ഗുഡ് മോർണിംഗ് വരുൺ. താനിപ്പോൾ എവിടെ ഉണ്ട്? ഞാനിവിടെ രാധികയുടെ വീട്ടിലാണ് സാർ. എന്തു പറ്റി? ഞാനൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. താൻ എത്രയും പെട്ടെന്ന് രാധികയും കൂട്ടി ഇങ്ങോട്ട് വരണം. സാർ, വരുൺ, ഇവിടെ വനത്തിനടുത്ത് കത്തിക്കരിഞ്ഞൊരു മൃതദേഹം കണ്ടു. ഒരു സ്ത്രീയുടേതാണ്. സാർ ഷുവറാണോ? നിങ്ങൾ വരൂ. ബോഡി ഇപ്പോൾ ഇവിടുന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ലൊക്കേഷനാണ് ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. സാർ ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജിലായിരിക്കും. ഓക്കെ, ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്. ഞാൻ വിളിക്കാം. ശരി സാർ. സർ, തെളിവുകളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മരിച്ചത് ഗായിക ശ്യാമയാണെന്ന് തന്നെ ഉറപ്പിക്കാമോ? ഒന്നുമില്ല രാധിക, പറയട്ടെ. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. രാധിക, ഇത് അമ്മയാവില്ല. എഴുന്നേക്ക് രാധിക. ചോദിക്കുന്നൊക്കെ എന്താ? അവരോട് പറ, എന്റെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറ. പറയാം. ഇത് അമ്മയാവില്ല രാധിക. സമാധാനിക്ക്. ഞാൻ പറയുന്ന കേക്ക് രാധിക. ലോകമെങ്ങും ആരാധകരുള്ള പ്രശസ്ത ഗായിക ശ്യാമയുടേതെന്ന് സംശയിക്കുന്ന കത്തിക്കരിഞ്ഞ മൃതദേഹം വനത്തിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാതിരുന്ന പ്രശസ്ത ഗായികയുടേതെന്ന് സംശയിക്കുന്ന മൃതശരീരം ചെന്തങ്ങിക്കാട്ടിലെ ഉൾപ്രദേശത്താണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തേനെടുക്കാൻ പോയ ആദിവാസികളാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. മൃതദേഹത്തിന് അടുത്തുനിന്ന് കിട്ടിയ ശ്യാമയുടെ ബാഗും വസ്ത്രത്തിന്റെ ഒരു ഭാഗവുമാണ് അന്വേഷണം ശ്യാമയിലേക്ക് എത്താനുള്ള കാരണം. മൃതദേഹം ഇപ്പോ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ അഖില ഇപ്പോ മോർച്ചറിക്ക് സമീപമുണ്ട്. അഖില, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? മൃതദേഹം ശ്യാമയുടേതാണെന്ന് സ്ഥിരീകരിച്ചോ? പോലീസ് നടപടികൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഹോസ്പിറ്റലിനകത്തും പുറത്തുമായി ശ്യാമയുടെ ആരാധകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഗായികയുടെ വിയോഗത്തിൽ നെഞ്ചുപൊട്ടി കരയുകയാണ് പലരും. മൃതദേഹം തിരിച്ചറിയുന്നതിനായി ശ്യാമയുടെ മകൾ രാധികയെ മോർച്ചറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത്രയും കാലം ഞാൻ ഒഴുക്കിയ അമ്മയെക്കുറിച്ചുള്ള കണ്ണുനീരെല്ലാം ആ അമ്മ തുടച്ചു കളഞ്ഞു. രാധികയോടൊപ്പം എന്നെ ചേർത്ത് പിടിച്ചു. രണ്ടാളും എന്റെ മക്കളാണെന്ന് പറഞ്ഞു. സോറി ദുർഗ, നമ്മൾ തമ്മിൽ ഇതൊരിക്കലും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. കുറെ കാലം നല്ല ബന്ധമായിരുന്നു, ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രൊഫഷന്റെ തിരക്കിലായപ്പോ ആ കണക്ഷൻ പിന്നെ ഉണ്ടായില്ല. പ്രത്യേകിച്ചും രാധികയുടെ വിവാഹത്തിന് ശേഷം. അന്നും ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോ ദേവനാരായണൻ തിരുമേനി പറയുമായിരുന്നു, രാധികയെ പ്രസവിച്ചത് ഐശ്വര്യമുള്ളൊരു അമ്മയായിരിക്കുമെന്ന്. അത് സത്യമായി. രാധിക ഗായിക ശ്യാമയുടെ മകളാ. രണ്ടുപേരും ഒരേ രൂപം തന്നെയാ അല്ലേ? ഞാൻ മുൻപൊരിക്കലും അവളോടത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവള് വെറുതെ ചിരിച്ചു. അങ്ങനെ ഒരു സാധ്യത ആരുടെ മനസ്സിലും പോയിട്ടില്ലല്ലോ. അമ്മ നഷ്ടപ്പെട്ടതിന്റെ വേദന എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ജന്മം മുഴുവൻ കാത്തിരുന്ന് കിട്ടിയ സൗഭാഗ്യം അതിങ്ങനെ അവസാനിച്ചു. പോകുന്നു അങ്ങോട്ട്. പോണം. 1-2 ദിവസം കഴിഞ്ഞിട്ടായാലും ഒന്ന് ചെന്ന് അവളെ കാണണം. പോകാം നമുക്ക്. അതാ നല്ലത്. ഉം.